കോഴിക്കോട് സെന്ററിലെ മാത്രം നീറ്റ് ജെഇ ടോപ്പേഴ്സിന്റെ വിജയാഘോഷമാണ്. 1000 പൊൻതാരങ്ങൾ വാനത്തിന്നേറുകിലായി കതിരിടും വിജയത്തിൻ ഒരു പദം. ആവേശം, അഭിമാനം, അറിവിൻ പുതുയാനം എഴുതുന്ന ചരിതത്തിൻ ഉറവിടം. യുവഗണം തുടരും ജയരഥം പകരും അനുദിനം. സദസ്സിൽ അണിനിരുന്ന വിദ്യാർത്ഥികളെ എല്ലാം ബ്രില്യന്റിലെ അധ്യാപകരും ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാം ഒരുമിച്ച് മാലയിട്ട് ആദരിച്ചുകൊണ്ടാണ് പരിപാടിക്ക് ഗംഭീര തുടക്കം കുറിച്ചത്. ഒരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, ഈ കാണുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ ബ്രില്യന്റിന്റെ കോഴിക്കോട് സെന്ററിലെ മാത്രം വിദ്യാർത്ഥികളാണ്. 2025 നീറ്റ് ജെഇ പരീക്ഷകളിൽ കോഴിക്കോട് സെന്ററിൽ പഠിച്ച് കോഴിക്കോട് സെന്ററിന്റെ എല്ലാ ഫെസിലിറ്റീസും വിനിയോഗിച്ച് വലിയ വിജയത്തിലേക്ക് എത്തിയ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. യെസ്, ബ്രില്യന്റിന്റെ ഏത് സെന്ററിൽ ചെന്നാലും ഇതേ കാഴ്ചയാണ്. എല്ലാ സെന്ററിലെയും വിദ്യാർത്ഥികൾക്ക് നീറ്റ് ജെഇ പോലുള്ള മത്സര പരീക്ഷകളിൽ വലിയ വിജയമാണ് നേടാൻ സാധിച്ചിരിക്കുന്നത്. ബ്രില്യന്റിലെ കോഴിക്കോട് സെന്ററിലെ വിദ്യാർത്ഥികളുടെ വിജയം അവിടെ കൂടിയിരുന്ന അധ്യാപകർ ഏറെ അഭിമാനത്തോടു കൂടി നോക്കിക്കാണുന്ന രംഗം അത്രമേൽ മനോഹരമായിരുന്നു. അവിടേക്കെത്തിയ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് കോഴിക്കോട് സെന്റർ കോർഡിനേറ്റർ ജോർജ് സാർ സംസാരിച്ചു. നമ്മുടെ അടുത്ത വർഷത്തെ കുട്ടികൾ നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ട് അടുത്ത വർഷം ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളെ പോലെ ഇവിടെ ഇരിക്കേണ്ടവരാണ് ഈ വേദിയിൽ ഇരിക്കുന്ന ഓരോരുത്തരും. കോഴിക്കോട് സെന്ററിലെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ 1ാം റാങ്ക് ഈ വർഷം ബ്രില്യന്റിന്റെ കോഴിക്കോട് സെന്ററിൽ നിന്നാണ്. ബ്രില്യന്റ് എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നത് ബ്രില്യന്റിന്റെ മറ്റ് സെന്ററുകളിലേക്കാണെന്ന് നമ്മൾ പറയാറില്ലേ. യെസ്, ഇതാണ് അതിന്റെ റിയാലിറ്റി. ഇന്ന് നിങ്ങൾ കാണുന്നത് ബ്രില്യന്റിന്റെ കോഴിക്കോട് സെന്ററിലെ വിദ്യാർത്ഥികളുടെ വൻ വരവേൽപ്പും ആഘോഷവുമാണ്. യെസ്, അതികഠിനമായ 2025 നീറ്റ് എക്സാമിൽ കേരള 1ാം റാങ്കും ഓൾ ഇന്ത്യ ഫീമെയിൽ കാറ്റഗറിയിൽ 18ാം റാങ്കും ഓൾ ഇന്ത്യ 109ാം റാങ്കും കരസ്ഥമാക്കി കേരളത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ ദീപ്നിയ DB കോഴിക്കോട്ടെ സെന്ററിലാണ് പഠിച്ചത്. പേരാമ്പ്ര ആവളക്കുട്ടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1+2 പഠനത്തിന് പുറമെ ദീപ്നിയ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ നേടിയത് ഗവൺമെന്റ് വിദ്യാലയങ്ങളിലൂടെയാണ്. അതേ വിദ്യാലയത്തിലെ അധ്യാപകരായ ദിനേശ് PM-ന്റെയും ബിജി MBയുടെയും മകളാണ് ദീപ്നിയ. റിസൾട്ട് അറിഞ്ഞ അന്നേ ദിവസം തന്നെ ദീപ്നിയെ വീട്ടിൽ ചെന്നാണ് ബ്രില്യന്റ് ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും അധ്യാപകരും എല്ലാം ആദരിച്ചത്. ഒരു സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ചൊരു വിദ്യാർത്ഥി ഈ നേട്ടം കൈവരിക്കുക എന്നത് മലയാളി സമൂഹത്തിന് തന്നെ ഏറെ അഭിമാനമുളവാക്കുന്ന ഒന്നായിരുന്നു. യെസ്, സ്കൂൾ കാലഘട്ടത്തിന് ശേഷം ബ്രില്യന്റിന്റെ കോഴിക്കോട് സെന്ററിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ചേർന്ന് ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് ഏറ്റവും കഠിനമായ നീറ്റ് എക്സാമിൽ ദീപ്നിയ കേരള 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. യെസ്, 2025 നീറ്റ് എക്സാമിൽ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ദീപ്നിക്ക് 25 ലക്ഷം രൂപ നൽകിയാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ വിക്ടറി ഡേയിൽ ആദരിക്കാൻ പോകുന്നത്. നീറ്റ് 2025 കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ദീപ്നിയെ ആദരിക്കുന്ന രംഗം ചടങ്ങിലെ ഏറ്റവും പ്രധാന രംഗമായിരുന്നു. നീറ്റ് ജെഇ ലക്ഷ്യം വെച്ച് കോഴിക്കോട് സെന്ററിലേക്ക് എത്തിച്ചേർന്ന ഈ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒരു അനുമോദന ചടങ്ങായിരുന്നു ഇത്. വിദ്യാർത്ഥികളുടെ വലിയ നിരയിരുന്ന് ടോപ്പേഴ്സിന്റെ വാക്കുകളെ
വളരെ ശ്രദ്ധാപൂർവമാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇത്രയും വലിയൊരു വേദിയിൽ ഇങ്ങനൊരു അംഗീകാരം വാങ്ങാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. ഇത്ര നല്ലൊരു വിജയം എനിക്ക് നേടിത്തന്നത് എൻ്റെ കഠിനാധ്വാനത്തോടൊപ്പം തന്നെ ബ്രില്യൻറ്റിൻ്റെ ടീം തന്നെയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ലൈബ്രറി ഫെസിലിറ്റീസ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ക്ലാസ് ടീച്ചേഴ്സ് ആയാലും എല്ലാവരും തന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. കോർഡിനേറ്റർ ജോർജ് സാറ്, ഡയറക്ടർ ജോർജ് സാറ്, എൻ്റെ ക്ലാസ് ടീച്ചർ ആതിര മിസ്, അങ്ങനെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരോടും ഇവിടുത്തെ സ്റ്റാഫ്സിനോടും ഒപ്പം നിന്ന കൂട്ടുകാരോടും ഒക്കെ എൻ്റെ നന്ദി. നിങ്ങൾക്കും അടുത്ത വർഷത്തെ നീറ്റ് പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഓൾ ദി ബെസ്റ്റ്. ദീപ്നയുടെ പിതാവ് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അഭിമുഖീകരിച്ച് സംസാരിച്ചു. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഏതൊരു രക്ഷിതാവിനെയും പോലെ ഈ വേദിയിൽ നിൽക്കുന്നത്. കുട്ടികളോട് ഒറ്റ വാക്ക് മാത്രം, നിങ്ങൾ പഠനത്തോടു കൂടി MBBS പഠനം പൂർത്തിയാക്കുമ്പോൾ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ ടേണിംഗ് പോയിന്റിലേക്ക് വരികയാണ്. ഒപ്പം സമൂഹത്തിനും നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. മകളെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കല്യാണത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരു 1500 ആളൊക്കെ ഉണ്ടാവും. അതിനേക്കാൾ കൂടുതൽ ആളുകൾ മൊമെന്റോകളായിട്ടും കുടുംബശ്രീകളായിട്ടും നാട്ടുകാരായിട്ടും വീട്ടിൽ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ആ രീതിയിൽ സമൂഹം നമ്മൾ നോക്കിക്കാണുന്നു. അവരെ പ്രതീക്ഷയ്ക്കൊത്ത് ഭാവിയിൽ നല്ല പൗരന്മാരായി നല്ല ഡോക്ടർമാരായി പുറത്തേക്ക് ഇറങ്ങണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹവും നന്ദിയും മനസ്സിൽ സൂക്ഷിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ പ്രചോദനം നൽകുന്ന വാക്കുകളുമായി ബ്രില്യന്റ് ഡയറക്ടർ ജോർജ് സാർ. നിങ്ങൾ രാജ്യത്തിന് മുതൽക്കൂട്ടാകണം, നാടിന് നിങ്ങൾ മുതൽക്കൂട്ടാകണം. അതായത് ഭാവിയിൽ 10 വർഷമോ 15 വർഷമോ കഴിയുമ്പോൾ നിങ്ങളായിരിക്കണം ഈ ലോകത്തിൻ്റെ നിറയിൽ നിന്ന് നയിക്കേണ്ടവർ. ഇനി മുന്നോട്ടുള്ള ഓരോ പടവുകളെ കുറിച്ചും വളരെ വ്യക്തമാക്കിക്കൊണ്ട് ശിവൻ സാർ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും കൃത്യമായ മാർഗനിർദ്ദേശം നൽകി. വേദിയിലിരുന്ന 2025 എല്ലാ ടോപ്പേഴ്സും അവരുടെ വിജയ നാൾ വഴികൾ പങ്കുവച്ചു. ഇങ്ങനെ ഒരു വിജയം നേടാൻ കഴിഞ്ഞതിൽ ബ്രില്യൻറ്റ് വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഡയറക്ടർ ജോർജ് സാർ, സെൻട്രൽ കോർഡിനേറ്റർ ജോർജ് സാർ, ക്ലാസ് ടീച്ചർ ജിഷ്ണ മിസ്, പിന്നെ ബാക്കി എല്ലാ മെൻറ്റേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. പി സാറും ഋഷി സാറും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മാസം ഞാനിവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, ഹോസ്റ്റൽ മേറ്റ്സ് എല്ലാവരും. ഞാൻ പിന്നെ ഫസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വർക്കൊക്കെ ചെയ്തിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ ബ്രില്യൻറ്റിലെ ബോർഡ് എക്സാംസും അതിൽ തെറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. അങ്ങനെ ഈ നല്ല വിജയത്തിലെത്താൻ സാധിച്ചു. എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വർഷത്തെ നീറ്റ് ജെഇ പരീക്ഷയിൽ എല്ലാവർക്കും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാനിപ്പോൾ ഈ ക്യാമ്പസിൽ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കണം. അപ്പം ഈ വർഷം ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കാൻ പറ്റുന്ന ആ സമയത്ത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഈ യാത്രയിൽ എന്നോടൊപ്പം എപ്പോഴും സപ്പോർട്ടായിരുന്ന അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് ഏറ്റവും അധികം കടപ്പാടുള്ളത്. പിന്നെ എല്ലാത്തിലും ഉപരി ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കണം. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ആശാ മിസ് എപ്പോഴും ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു മിസ്. ശരിക്കും ഒരു മിസ്സായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഹോസ്റ്റൽ വാർഡന്മാരായ വൃന്ദ മിസ്, അഞ്ജു മിസ് എപ്പോഴും സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ഫാക്കൽറ്റീസ് അതുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു റാങ്കിലേക്ക് എത്താൻ സാധിച്ചത്. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഈ ഒരു റാങ്ക് എനിക്ക് കിട്ടിയത് ബ്രില്യൻറ്റിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ആവശ്യാനുസരണം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലും മികച്ച റാങ്കിലേക്ക് എത്താൻ പറ്റും. അടുത്ത വർഷം ഇങ്ങനെ ഞങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കട്ടെ.
എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഏറെ സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു IIT-യിൽ അഡ്മിഷൻ കിട്ടിയ കാര്യത്തിൽ. അതിൽ ആദ്യം തന്നെ എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. ഇവിടെയുള്ള എല്ലാ ഫ്രണ്ട്സിനോടും മെയിനായിട്ട് എനിക്ക് പറയാനുണ്ട്. കാരണം 1.5 വർഷം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അന്നെന്നെ മോട്ടിവേറ്റ് ചെയ്യാനും എന്ത് പ്രശ്നം വന്നാലും അവരെന്നെ ഏറെ അധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫ്രണ്ട്സിനെ തന്നെ പറയുന്നത്. പിന്നെ ഫാക്കൽറ്റീസ്, ഇവിടുത്തെ ടീച്ചേഴ്സ്, ടീച്ചിങ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഏറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഞാൻ ഡൗട്ട് ചോദിക്കുന്നതിനേക്കാളും എക്സൈറ്റ്മെൻറ്റിലാണ് അവരെനിക്ക് ഡൗട്ട് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പാരൻസ്, അല്ലാതെ തന്നെ വേറെയുള്ള എല്ലാ പാരൻസിനോടും എന്നോട് എത്രയോ ആൾക്കാർ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പാരൻസ് ഉണ്ട്. അവരും എന്നെ കുറേയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരു വലിയൊരു താങ്ക്സ് കൊടുക്കുന്നു. പിന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറയുന്നതിലേറെ എനിക്കിപ്പോൾ 18 വയസ്സാണ് ആയിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ വർഷം ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു തരുന്നത് കേൾക്കാൻ എന്നല്ലാതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ പ്ലാൻ ചെയ്ത് പഠിക്കുക. എന്ത് പഠിക്കണം എന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് പഠിച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് 50% നമുക്ക് കിട്ടാനുള്ള ചാൻസ് അപ്പം തന്നെ കഴിയും. അപ്പോൾ ഇനി വരുന്ന 2026 എക്സാം എഴുതാനുള്ള എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു റിസൾട്ട് ഞാൻ ആക്ച്വലി തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു, ഇത്ര ഒരു റാങ്ക് ഒന്നും. ആൻഡ് ഞാൻ ഒരു 80% ക്രെഡിറ്റും ബ്രില്യൻ്റ് തന്നെ കൊടുക്കും. അത്രയും നമ്മളെ ട്രെയിൻ ചെയ്ത് അത്രയും പെർഫെക്റ്റ് ആക്കിയത് ബ്രില്യൻ്റ് മാത്രമാണ്. പ്രത്യേകിച്ച് ക്രെഡിറ്റ്സ് ടു കാലിക്കറ്റ് ബ്രില്യൻ സെൻറ്റർ. ഇവിടുത്തെ നമ്മളെ കോർഡിനേറ്റർ ജോർജ് സാറും ക്ലാസ് ടീച്ചർ ആശ മാമും ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടും. മാമൊക്കെ നമുക്ക് ശരിക്കും സിസ്റ്ററിൻ്റെ പോലെ തന്നെയായിരുന്നു, എന്തും പറയാം. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റി ആണെങ്കിലും ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറച്ച് ഡൗട്ട് കൂടുതലായിരുന്നു. എന്നിട്ട് എപ്പോഴും സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പം ആ ഡൗട്ടെല്ലാം കൊണ്ടാണ് ഇവിടെയൊക്കെ എത്തിയത്. അത്രയും ചിന്തിച്ചതും എല്ലാം ഇവിടുത്തെ ഫാക്കൽറ്റീൻ്റെയും ടീച്ചേഴ്സിനെയും എല്ലാവരുടെയും ഒരു ഹെൽപ്പ് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുമ്പം ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഇഷ്ടമില്ലാത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡൗട്ടൊക്കെ ചോദിച്ച് പിന്നെ നമുക്ക് തന്നെ അത് പഠിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടം വരും. അങ്ങനെ ഫൈനലി നമ്മൾ മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞ് അവസാനം ഇവിടെ എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. എനിവേ, താങ്ക്സ് ടു ദ ഹോൾ ബ്രില്യൻ ടീം. പിന്നെ പാരൻസിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ലെവൻത്ത് 12th ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ IIT എന്നുള്ളത് വേറൊരു സ്വപ്നമായിരുന്നു. ഇന്നത് നേടിയെടുക്കാൻ കഴിഞ്ഞത് ബ്രില്യൻറ്റിൻ്റെ മാത്രം സപ്പോർട്ട് കൊണ്ടാണ്. എങ്ങനെയെങ്കിലൊക്കെ പഠിച്ച് എൻട്രൻസ് എഴുതാമെന്ന് വിചാരിച്ച് തന്നെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്ത് തന്നെ ബ്രില്യൻറ്റിൻ്റെ ഈ ഫാമിലിയാണ്. എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും കൺസിസ്റ്റൻ്റായ എക്സാമും നമ്മളെ ഉഴപ്പാൻ ഇവർ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കൺസിസ്റ്റൻ്റായി പോയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ടം കിട്ടിയത്. ജോർജ് സാർ ഉൾപ്പെടെയുള്ള എല്ലാ ഡയറക്ടേഴ്സിനും, ഇവിടുത്തെ കോഴിക്കോട് സെൻറ്റർ കോർഡിനേറ്റർ ജോർജ് സർ, പീയൂഷ് സർ, ക്ലാസ് ടീച്ചർ ഷേർലി മിസ്, അങ്ങനെ പേരെടുത്താൽ കഴിയാത്ത കുറേ പേരോട് ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു.
കോഴിക്കോട് സെന്ററിലെ വിദ്യാർത്ഥികൾ മാത്രം അണിനിരന്നപ്പോൾ ഒരു കാര്യം വീണ്ടും വളരെ വ്യക്തമാവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നും ഈ വർഷം രാജ്യത്തെ വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ നേടാൻ പോകുന്ന 90% വിദ്യാർത്ഥികളും ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെ. 1000 പൊൻതാരങ്ങൾ വാനത്തിന്നേറുകിലായി കതിരിടും വിജയത്തിൻ ഒരു പദം. ആവേശം, അഭിമാനം, അറിവിൻ പുതുയാനം എഴുതുന്ന ചരിതത്തിൻ ഉറവിടം. യുവഗണം തുടരും ജയരഥം പകരും അനുദിനം. പുതിയ ലോകം കാണട്ടെ, വിജയപ്പടങ്ങൾ കേറട്ടെ, നാട്ടിൻ ഉലകിൽ വാഴട്ടെ, തിരിതെളിയട്ടെ ബ്രില്യൻ കരഘോഷങ്ങൾ ഉയരട്ടെ, അഭിമാനക്കൊടി പാറട്ടെ, ലോകം കയ്യിൽ ചേരട്ടെ ആരവത്തോടെ. അതിനുശേഷം മനോഹരമായ ഭക്ഷണം ആസ്വദിച്ചാണ് കോഴിക്കോട് സെന്ററിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മാതാപിതാക്കളും ബ്രില്യന്റിൽ നിന്ന് യാത്രയായത്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് നിങ്ങൾ കണ്ടത് കോഴിക്കോട് സെന്ററിലെ മാത്രം 2025 അതികഠിനമായ നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോറും റാങ്കും എല്ലാം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ്. യെസ്, ബ്രില്യന്റിന്റെ ഏത് സെന്ററിൽ ചെന്നാലും ബ്രില്യന്റിന് അവകാശപ്പെടാൻ ആയിരക്കണക്കിലധികം വിദ്യാർത്ഥികളാണുള്ളത്. ഏറ്റവും വലിയ യാഥാർത്ഥ്യം അവരെല്ലാം ഒന്നിക്കുന്ന അതിഗംഭീരമായ വിക്ടറി ഡേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായ അങ്കമാലിയിലെ അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെടുകയാണ് ജൂലൈ 12-ന്. കേരളം ഒന്നടങ്കം കാത്തിരുന്ന ദിവസം ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേ. നീറ്റ് 2025 വിജയികളെ ആദരിക്കാൻ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് അണിനിരക്കാൻ പോകുന്നത്. ശ്രീ സുരേഷ് ഗോപി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും ഒരേപോലെ തന്റേതായ ഇടം അടയാളപ്പെടുത്തിയ വ്യക്തിത്വമാണ് സുരേഷ് ഗോപി. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളിൽ സഹമന്ത്രിയാണ് അദ്ദേഹം. ഒപ്പം തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP-യുമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കേരള സർക്കാരിൽ പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA-യുമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി P. രാജീവ് കേരള സർക്കാരിൽ നിയമം, വ്യവസായം, വാണിജ്യം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിങ്ങനെ വിവിധ വകുപ്പുകളുടെ മന്ത്രിയാണ് ശ്രീ P. രാജീവ്. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA-യുമാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട മന്ത്രി V. അബ്ദുറഹ്മാൻ കേരള സർക്കാരിൽ കായികം, ഫിഷറീസ്, റെയിൽവേ തുടങ്ങി വിവിധ വകുപ്പുകളുടെ മന്ത്രിയാണ് V. അബ്ദുറഹ്മാൻ. ഇവരോടൊപ്പം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളാണ് ബ്രില്യൻ മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. യെസ്, ഈ എൻട്രൻസ് രംഗത്തെ ഒരേ ഒരു രാജാവ്, ദ വൺ ആൻഡ് ഓൺലി ബ്രില്യന്റ് സ്റ്റഡി സെന്റർ.